രഞ്ജിതയുടെ വീട്ടിലിപ്പോൾ അമ്മയും ഒരു സഹോദരനും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ ഒരു അതീവ ദുഃഖകരമായ അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. അവരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമല്ല. ആ കളക്ടറിൽ നിന്നുള്ള പ്രതികരണം ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്ത് അംഗവും അതുപോലെ CPM-ൻ്റെ ഏരിയ സെക്രട്ടറി PC സുരേഷ് കുമാർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഒരു വലിയ ദുഃഖത്തിൽ തന്നെയാണ് നാടൊന്നാകെ. അതെ, വളരെ ദുഃഖമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം രഞ്ജിത 6 വർഷം മുമ്പാണ് PSC ഇന്ന് നിയമന ഉത്തരവ് ലഭിക്കുന്നത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് ആദ്യത്തെ പോസ്റ്റിങ്. അപ്പോൾ ആ സമയത്താണ് 5 വർഷത്തെ അവധി എക്സ്റ്റെൻഡ് ചെയ്യണം, അവധി എടുത്ത് വിദേശത്ത് ജോലി 5 വർഷം കൂടി ചെയ്യണമെന്ന് താല്പര്യത്തിൻ്റെ പേരിൽ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉദയനസാവിനെ സമീപിക്കുന്നത്. അങ്ങനെ ഉദയനസാവ് മുൻകൈ എടുത്താണ് 5 വർഷം ലീവ് അന്ന് അനുവദിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വന്ന് വീണ്ടും ജോയിൻ ചെയ്യാനുള്ള പേപ്പർ വർക്ക് നടക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വളരെ ദുഃഖകരമായൊരു സംഭവം. ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയും സാഹചര്യവും ഒക്കെ നോക്കുമ്പോൾ തീർത്തും നാടിൻ്റെ ഒരു വലിയ നൊമ്പരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ദുരന്തം. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടി ചേരുന്നുണ്ട്. ദുഃഖത്തിൻ്റെ നാടിപ്പം അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഏറെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. രഞ്ജിത 2 മാസം മുമ്പ് വീണ്ടും സർക്കാർ സർവീസിൽ വകുപ്പിൽ തിരികെ പ്രവേശിക്കുന്നതിന് വേണ്ടി വിവിധ രീതിയിൽ സഹായിക്കണമെന്നുള്ളൊരു നിലയിൽ ഭവനത്തിൽ വന്ന് കാണുകയുണ്ടായി. എന്നാൽ നമ്മുടെ പാർട്ടി നേതൃത്വം കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സുരേഷ് കുമാർ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇന്നലെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ നൽകിയ എല്ലാ സഹായത്തിനും നന്ദി പറഞ്ഞാണ് പ്രിയപ്പെട്ട രഞ്ജിത മടങ്ങിയത്. അത്യന്തം വേദനാജനകമായൊരു സംഭവം തന്നെയാണ്. ഏറെ ഞെട്ടലോടെയാണ് ഈ സംഭവത്തെ കേൾക്കാനായിട്ട് ഇടയായത്. ദൗർഭാഗ്യകരം തന്നെ. തീർച്ചയായിട്ടും അത് തന്നെയാണ് പൊതുപ്രവർത്തകരായ ആളുകൾ സൂചിപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവച്ചിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഈ അവധിയെടുത്ത് പോയതല്ലേ? അതെ, അതായത് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്ന് ജോലി സെറ്റിൽ ചെയ്യണം, കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു വലിയ ആഗ്രഹമാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഇവിടെ വന്ന് ജോലി തിരികെ പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോലും വലിയ ഉന്നത ജോലി കിട്ടുമ്പോഴും ഈ ജോലി നിലനിർത്താനുള്ള കാരണം അത് തന്നെയാണ്. അത് തന്നെയാണ് കുട്ടികളുടെ കാര്യം ഓർത്തായിരുന്നു എപ്പോഴും. അതുകൊണ്ട് നാട്ടിൽ സെറ്റിൽ ചെയ്യണം. 2 ദിവസം മുമ്പ് ജില്ലാ ആശുപത്രിയിൽ, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചെന്ന് UK-യിലെ സർവീസ് അവസാനിപ്പിച്ച് മടങ്ങി ഇവിടെ ജോയിൻ ചെയ്തു കൊള്ളാമെന്ന് എഴുതി നൽകാൻ വേണ്ടി നാട്ടിൽ വന്നിരുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് UK-യിൽ നമുക്കറിയാം, സാധാരണ UK-യിലേക്ക് വിസ കിട്ടി നേഴ്സുമാരായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാട്ടിലെ ജോലി ഉപേക്ഷിക്കുന്ന രീതിയുണ്ട്. എന്നാൽ രഞ്ജിത അങ്ങനെയല്ല. നാട്ടിൽ വന്ന് സെറ്റിലാവണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവധി ദീർഘിപ്പിച്ച് തിരികെ 3 ദിവസത്തെ അവധിക്ക് ശേഷം മടങ്ങിപ്പോയത്. അജിംഷാദ്.